ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹാഭിമാനങ്ങളുള്ള എല്ലാ ദൈവദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ ദൈവമക്കൾ ആരാണ് എന്നുള്ളതായ ആ വിഷയം തീർന്നു. 22 പോയിന്റുകൾ നമ്മൾ ചിന്തിച്ചു തീർന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ജയിച്ച് ജയാളിയായി പുതുവാന ഭൂമികളെയും അതിലുള്ള സകലത്തെയും അവകാശമാക്കുന്നവരാണ് ദൈവമക്കളെന്ന് നമ്മൾ ചിന്തിച്ചു. 22ാമത്തെ പോയിന്റ് ഓർക്കുന്നു. ഏതായിരുന്നു ഇത് തന്നെയല്ലേ? പിന്നെ ഏത് വിഷയമാണ് നമ്മൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. രക്ഷയും രക്ഷാപൂർത്തിയും എന്നുള്ള വിഷയവും ദൈവമക്കൾ ആരാകുന്നു എന്നുള്ളതായ വിഷയവും എൻ്റെ ഒരു പ്രേരണ അനുസരിച്ചാണ് അതെടുക്കാനായിട്ട് ഇടയായത്. എവിടെയായിരുന്നാലും ആദ്യം അങ്ങനെ ചില ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വന്ന് സംബന്ധിക്കുന്ന സഹോദരങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമുണ്ടെങ്കിൽ അത് എടുക്കാനാണ് എനിക്ക് സന്തോഷം കൂടുതൽ. വെളിപ്പാട് പുസ്തകം മരണവും മരണാനന്തര ജീവിതവും അങ്ങനെ ഒരു വിഷയം. അത് അവർക്കും പല സംശയങ്ങളൊക്കെ ഒരുപാട് വെളിപ്പാട് പുസ്തകം എല്ലാ സ്ഥലത്തും ഇപ്പോഴും ക്ലാസ് എടുത്തും പ്രസംഗിച്ചും പഠിച്ചും പഠിപ്പിച്ചും ഇരിക്കുന്ന ഒരു വിഷയമാണ്. മരണവും മരണാനന്തര ജീവിതവും. അത് ദൈവം കൃപ ചെയ്താൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾ പോലെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രസംഗങ്ങളും പോലെ പറയുന്നില്ലാത്തൊരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതങ്ങൾ. ചുരുക്കം പുസ്തകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ആകട്ടെ, ദൈവതിരുവചന പ്രകാരം അത് നമുക്ക് അടുത്ത ദിവസം മുതൽ ചിന്തിക്കാം. ഇന്ന് ഒരു ഇടവേള എന്നുള്ള നിലയിൽ മറ്റൊരു ചെറിയ വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജോസ്ഫാസിന്റെ അഭിപ്രായം മരണവും മരണാനന്തര വേറെ എന്തെങ്കിലും വിഷയമാരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ അഭിപ്രായം പറയാനുണ്ടായിരുന്നു എന്നാ എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ ആളത്തേക്കാണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് പറഞ്ഞാൽ മതി. ഈ വിഷയം
നമുക്ക് ചിന്തിക്കാം. ക്രിസ്ത്യാനികൾ, ക്രിസ്തീയ മത വിഭാഗങ്ങളും സഭകളും തമ്മിൽ വളരെയേറെ വൈരുദ്ധ്യമുള്ളതും തർക്കങ്ങളുള്ളതും ഒക്കെ ആയിട്ടുള്ള വിഷയമാണ്. എന്നാൽ വിഷയം വളരെ ലളിതമാണ്. കർത്താവ് ഉള്ള കാര്യങ്ങളുള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ തിരുവെഴുത്തുകളിലൂടെ ആ വിഷയത്തിൻ്റെ വ്യക്തവും ശക്തവുമായ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ പഴയ നിയമത്തിലെ കുറേ വിഷയങ്ങളുണ്ട്. അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്നത്. അതേക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. ഞാനും എന്നാലാവത് ഒരുങ്ങി വരാം, നിങ്ങളും ഒരുങ്ങി വരിക. നിങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ക്ലാസ്സിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. എല്ലാം ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യാവുന്ന. ആരും വിടാതിരിക്കുമ്പോൾ ക്ലാസ് പ്രസംഗം പോലെ ഞാനൊന്ന് പോകും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ നന്നായിരിക്കും. വിഷമിപ്പിക്കാന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചു വാക്ക് മുട്ടിക്കാനുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഞാൻ പിന്നെ അറിയാൻ മേലാത്തത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിച്ചു എന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാനത് അടുത്ത വിഷയത്തിലേക്ക് കടക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തില്, പുതിയ നിയമത്തില് ഇപ്പോൾ നാം എന്ത് ചെയ്യണം, അടുത്തത് ഇന്ന് നാം എന്ത് ചെയ്യണം, അടുത്തത് ഇനി നാം എന്ത് ചെയ്യണം. ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. നാം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയതല്ല, ദൈവം കൽപ്പിക്കുന്നു. ഇപ്പോൾ നാം എന്ത് ചെയ്യണം, ഇന്ന് നാം എന്ത് ചെയ്യണം, ഇനി നാം എന്ത് ചെയ്യണം. ഏത് മനുഷ്യന്റെ മുമ്പിലും ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സമയം അവശേഷിക്കുന്നു, ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം അവശേഷിക്കുന്നു, ഇനി എന്ന് പറയുന്ന ഒരു കാലഘട്ടവും ഏറ്റക്കുറച്ചിലുകളോട് കൂടി അവശേഷിക്കുന്നു. ഗവൺമെന്റുകൾ എന്താ ആസൂത്രണ പദ്ധതികൾ, ബഡ്ജറ്റുകൾ ഒക്കെ ആവിഷ്കരിച്ച് അതൊക്കെ സമർപ്പിച്ച് അംഗീകരിച്ച് അവരുടെ ഭരണകാലത്ത് നടത്തത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഗവൺമെന്റ് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും സംഘടനകളും പുരോഗമനാത്മകമായ നിലയിൽ, അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ, പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള പരിപാടികൾ, ഒരു ഭാവി പ്രോഗ്രാമുകൾ, ടൈം ടേബിളുകൾ എല്ലാം ഉണ്ടാക്കി അവതരിപ്പിച്ച് ഒരു ക്രമീകൃതമായ നിലയിൽ മുമ്പോട്ട് പോകാറുണ്ടെന്നുള്ളത് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത തന്റെ തിരുവചനത്തിലൂടെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും, ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം നമുക്ക് നൽകുമ്പോൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളും, ഇനി ഒരു കാലം ദൈവം നമുക്ക് അവശേഷിപ്പിച്ചാൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വേഗം ഞാൻ അത് പറഞ്ഞ് ദൈവത്തിന്റെ കൃപയനുസരിച്ച് ഈ ദിവസം തന്നെ അതൊക്കെ അവസാനിപ്പിക്കാം. ഒരൊറ്റപ്പെട്ട വിഷയമായിട്ട്, ഒരിടവേളയായിട്ട്, അടുത്തൊരു വിഷയം തുടങ്ങുന്നതിന് മുമ്പ് അതായിരിക്കട്ടെ. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്. അതിൽ
മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപാഠം അറിയാം. ഇപ്പോൾ എന്ന് പറയുന്നതായ ഒരു സമയം അതിനകത്തുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന എന്ന് മിക്കവാറും വേദപണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് ഇതാണ്. എന്ന് പറഞ്ഞാൽ 66 പുസ്തകങ്ങളിലായിട്ട് പുതിയ നിയമത്തിലെ എല്ലാ തിരുവെഴുത്തുകളിലുമായിട്ട് ഇന്നതൊക്കെ ചെയ്തോണം എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാനുള്ള കൽപ്പനകളാണ്. എന്നാൽ ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളതും ചെയ്യാതിരിക്കേണ്ട കൽപ്പനകളാണ്. 2 കൽപ്പനകളാണ്. ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാനുള്ളതും, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാതിരിക്കേണ്ടതുമായിട്ടുള്ള കൽപ്പനയാണ്. ആ 2 ഒരുപോലെ പ്രാധാന്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് കൽപ്പന എന്ന അക്ഷരത്താൽ, പദത്താൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായ 2 കൽപ്പനയുണ്ട്. അതിൽ ഒന്നാമത്തതാണ് അപ്പോസ്തല പ്രവൃത്തി 17:30. അവിടെ കൽപ്പന എന്നൊരു വാക്കും നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന ഇപ്പോൾ എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്കുമുണ്ട്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ, അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു, മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പനയാണ് ഇപ്പോൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആവശ്യപ്പെടുന്ന അതേ സമയത്ത് ഇപ്പോൾ തന്നെ നാം മാനസാന്തരപ്പെടണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. ആകയാൽ ഇപ്പോൾ നാം ചെയ്യേണ്ട, ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം മാനസാന്തരപ്പെടുവാൻ പറയുന്ന നിമിഷം തന്നെ അവൻ മാനസാന്തരപ്പെടണം. ആ വചനത്തിന്റെ ആദ്യ ഭാഗം അറിയായ്മയുടെ കാലഘട്ടങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടം, മാനസാന്തരപ്പെടണമെന്ന് അറിവില്ലാത്ത ഒരു കാലഘട്ടം, ദൈവികമായ വിഷയങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ഒരു കാലഘട്ടം, അത് ക്ഷമിച്ചു മാറ്റാൻ ദൈവം സന്മനസ്സുള്ളവനാണ്. എന്നാൽ അറിഞ്ഞിട്ട് ദൈവം വെളിപ്പെടുത്തിയിട്ട് ദൈവം ആവശ്യപ്പെട്ടിട്ട് അതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ആ കാലഘട്ടം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം തള്ളിക്കളയുന്നില്ല, അത് പരിഗണനയിലെടുക്കും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. നമ്മുടെ വിഷയം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. ഇപ്പോൾ എവിടെ മാനസാന്തരപ്പെടണം? എല്ലാവരും. ആര് മാനസാന്തരപ്പെടണം? എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആകയാൽ ഈ ലോകത്തിലുള്ള മനുഷ്യവർഗത്തോടുള്ള ജാതിമത വർഗവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന അവർ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ മാനസാന്തരപ്പെടണം. ദൈവം എങ്ങനെ ആവശ്യപ്പെടുന്നു? ദൈവത്തിന്റെ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ആവശ്യപ്പെടുന്നു, ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ആവശ്യപ്പെടുന്നു. ദൈവം മാനസാന്തരപ്പെട്ട വ്യക്തികളിലൂടെ ആ കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുന്നു. ആകയാൽ അങ്ങനെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാവരും മാനസാന്തരപ്പെടണം. ഇവിടെ കൽപ്പനയാണ്, അല്ലേ? ദൈവം കൽപ്പിക്കുന്നു. ഇനി കൽപ്പന എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ദൈവത്തിന്റെ ഒരു കൽപ്പന കൂടെ ഞാൻ പറഞ്ഞേക്കാം. അത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം കോട്ടപ്പടി ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ എടുത്തുകൊണ്ട് പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 13:34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് ഒരു കൽപ്പന തന്നു തന്റെ ശിഷ്യന്മാരോട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. അപ്പൊ പഴയ കൽപ്പന ഏതാ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ കൽപ്പന ബൈബിളിലുണ്ട്. ന്യായപ്രമാണം മുഴുവൻ ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ്. അതിനെ ചുരുക്കിയിട്ട് 10 എണ്ണപ്പെട്ട കൽപ്പനകൾ ദൈവം ഇസ്രായേലിന് കൊടുത്തു. എന്നിട്ട് ആ 10 കൽപ്പനകളെ കർത്താവ്
തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. പുതിയ കൽപ്പനയായത് പഴയ ഈ കൽപ്പന നിലവിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇതിനോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 17:30. എന്നാൽ അറിയാനുള്ള കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം അരുളി ചെയ്യുന്നത് മനുഷ്യൻ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. അപ്രകാരം ഒരു വചനം തന്നെ പൗലോസ് പറഞ്ഞതുകൊണ്ട് ആ വചനം നമ്മൾ എടുത്തത്. അതുകൊണ്ട് രണ്ടാമത്തെ കൽപ്പനയാണ് തന്റെ ശിഷ്യന്മാര് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പോ അതിങ്ങനെ മനസ്സിലാക്കേണ്ടതാ, എല്ലാ മനുഷ്യരോടും ദൈവം അരുളി ചെയ്യുന്നു. ഒന്നാമത്തെ കൽപ്പന, നിങ്ങൾ മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ, ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടിട്ടേ സാധിക്കുകയുള്ളൂ എന്ന്. മാനസാന്തരപ്പെട്ടവരായ തന്റെ ആളുകളോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന ലോകം അറിയും. ഇതാണ് ആ കൽപ്പന. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 17:30. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഈ മാനസാന്തരത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവിന് മുന്നോടിയായിട്ട്, നമ്മുടെ കർത്താവിന്റെ ശബ്ദമായിട്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചു തുടങ്ങിയത് എന്താണ്? മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഒരു വാക്യം വായിക്കാം. മത്തായി 3:1. മത്തായി 3:1. സ്നാപക യോഹന്നാൻ വന്നിട്ട് ആദ്യമായിട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ പ്രസംഗ വിഷയം അല്ലെങ്കിൽ കൽപ്പന എന്താ? സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെടുക. വീണ്ടും യേശുക്രിസ്തു ഇത് തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മർക്കോസ് 1:15. യോഹന്നാൻ സ്നാപകന്റെ കാലത്തിന് ശേഷം തന്നാൽ സ്നാനമേറ്റ് താൻ തന്നെ പരസ്യ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കും അളവിൽ ആദ്യമായിട്ട് യേശുക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയ വിഷയം മാനസാന്തരപ്പെടണമെന്നാണ്. മർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്നാപക യോഹന്നാൻ അത് തന്നെ പറഞ്ഞു. നമ്മുടെ കർത്താവും അത് തന്നെ പറഞ്ഞു തുടങ്ങി. ഇനി കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് നമുക്ക് നോക്കാം. മത്തായി 10:7. മത്തായി 10:7. മതി. അപ്പോസ്തലന്മാരെ ഈ 2 പേരായിട്ട് അയക്കുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന വേദഭാഗം എല്ലാം നമ്മൾ നോക്കുമ്പോൾ അവർ പ്രസംഗിച്ചത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് തന്നെയാണ്. കർത്താവിന്റെ വേല വർദ്ധിച്ചപ്പോൾ ശിഷ്യന്മാർ 12 പേരെ കൊണ്ട് തനിക്ക് മുമ്പായി ചെന്ന് ഭവനങ്ങളിലും നാടുകളിലും പട്ടണങ്ങളിലും ഒക്കെ ശുശ്രൂഷയ്ക്കായി ക്രമീകരിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ 70 സുവിശേഷകരെ തെരഞ്ഞെടുത്ത് അവർക്ക് അധികാരം കൊടുത്ത് നമ്മുടെ കർത്താവ് ഈ 2 പേരായി അയച്ചത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് 70 പേരോട് പറഞ്ഞിട്ടും അവരിന്ന് പറഞ്ഞു തുടങ്ങിയതും ലൂക്കോസ് 10:9 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലൂക്കോസ് 10:9. 70 പേരുടെ സുവിശേഷം അത് മാനസാന്തരപ്പെടുക എന്നുള്ള കൽപ്പനയാണ്. സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക, കർത്താവ് പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക, അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക, 70 സുവിശേഷകരെ പ്രസംഗിച്ചതും മാനസാന്തരപ്പെടുക. 10:9 വായിച്ചാട്ടെ. അവിടെയും അവരോട് പറഞ്ഞിരിക്കുന്ന വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഈ 70 പേര് തനിക്ക് മുമ്പായി ചെന്നിട്ട് പ്രസംഗിച്ചു തുടങ്ങിയതും ഇത് തന്നെയാണ്. ഇനി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കാലം, സ്നാപക യോഹന്നാൻ, യേശുക്രിസ്തു, 12 പേര്, 70 പേര് എല്ലാം പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക എന്നുള്ളതായ വിഷയമാണ്. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഇവരെല്ലാം ആരംഭിച്ച പ്രസംഗ വിഷയം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇനി പെന്തക്കോസ്തില് ദൈവം
പരിശുദ്ധാത്മാവ് വരികയും ക്രൈസ്തവ സഭ ആരംഭിക്കുകയും ചെയ്ത ആ നിമിഷത്തിൽ ആത്മനിർഭരമായിട്ട് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന പത്രോസ് അപ്പോസ്തലൻ ചെയ്ത ആദ്യത്തെ പ്രസംഗവും അത് ആരംഭിക്കുന്നതും എങ്ങനെ തന്നെയാണ്? അപ്പോസ്തലരുടെ പ്രവൃത്തി 2:37 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും. മതി, അതിങ്ങനെ തുടർച്ചയായിട്ട് പോവുക പ്രസംഗം. അവിടെയും ആത്മനിർഭരമുള്ള പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയുടെ ആ സ്ഥാപന ദിവസം തന്നെ ഓടിക്കൂടിയ ജനത്തോട് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. അടിസ്ഥാന ഉപദേശങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വേദഭാഗം നോക്കിക്കേ. ഇവിടെ എല്ലാം മാനസാന്തരപ്പെടുക, പഴയ നിയമത്തിൽ മാനസാന്തരപ്പെടുക. സ്നാപകയോഹന്നാൻ മുതൽ പെന്തക്കോസ്തിയിൽ പത്രോസ് അപ്പോസ്തലൻ വരെയുള്ള ഈ ആളുകളെല്ലാം പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അതാണ് ദൈവം പറഞ്ഞത്, ഇപ്പോൾ തന്നെ എല്ലാവരും മാനസാന്തരപ്പെടുന്നു എന്ന്. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു അവസരം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ മാനസാന്തരപ്പെടുവാനുള്ള ആലോചന ദൈവം ഏത് വിധേനയും അറിയിച്ചാൽ ആ നിമിഷം അവൻ മാനസാന്തരപ്പെട്ടുകൊള്ളണമെന്നുള്ളതാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പന. ഇങ്ങനെ മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ, ഒരാൾക്ക് ചോദിക്കുക, എനിക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ, അതിന് തന്നെ മറുപടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അതിന് മറുപടി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 13-ന്റെ 1 മുതൽ 5 വരെ. യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അപ്പം തന്നെ യേശുവിനോട് ഒരു കാര്യം ഉണർത്തിച്ചു. പീലാത്തോസ് ഗലീലയിൽ യാഗം കഴിക്കാനായിട്ട് വന്നവരുടെ ചോര അവരുടെ യാഗത്തോട് കലർത്തി എന്നുള്ളതായിരിക്കുന്ന വർത്തമാനം അവർ യേശുവിനോട് പറഞ്ഞു. അതിനെ യേശു ഉത്തരം പറഞ്ഞത്, ചോദിച്ചവരുടെ യാന്ത്രികത അതാ പറഞ്ഞത്. അല്ലെങ്കിൽ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ആ ആളുകളെ തന്നെ കൊന്നവരുടെ യാഗത്തിന് ഇന്നും ഈ യാഗമൃഗത്തിന്റെ രക്തത്തോടു കൂടെ തന്നെ ഈ മനുഷ്യന്റെ രക്തം ചേർത്തു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്ര ഹീനമായ, കഷ്ടകരമായ, ശാപകരമായ, അനിഷ്ടപരമായ ഒരു കാര്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് ചോദിച്ചത്. അപ്പൊ തന്നെ അവരുടെ ആന്തരികർത്താവ് എടുത്തു പറഞ്ഞു, ഇങ്ങനെ ആ ഗലീലക്കാർക്ക് സംഭവിക്കുകയാൽ നിങ്ങളുടെ വിചാരം ഈ ഗലീലയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെക്കാളും ഇവര് ദുഷ്ടന്മാരും പാപികളുമായിരുന്നു എന്നല്ലേ നിങ്ങളുടെ മനോബോധം? അത് അങ്ങനെയാണോ എന്ന് ഉറപ്പ് കിട്ടാനല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? ഇതാ കർത്താവ് പറഞ്ഞത്. എന്താ? അല്ലല്ല, പറയുക അല്ലല്ല, നിങ്ങളുടെ അന്തർഗതമൊന്നും അങ്ങനല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, അവരെന്തുകൊണ്ട് അവർക്കത് സംഭവിച്ചു എന്നുള്ളതിന്റെ കാര്യം നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. നിന്നോട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നശിച്ചു പോകും. നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് ദൈവം പറയുമ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിക്കും നിശ്ചയമാണ് കർത്താവ് പറഞ്ഞിരിക്കുക. ഇത്ര വ്യക്തമായിട്ട് ശക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവിനെ ഇവിടെ അധികം നാൾ ജീവിക്കണമെന്ന് പ്ലാനൊന്നുമില്ല, ഇവിടെ ആരെങ്കിലും പ്രസാദിപ്പിക്കണമെന്ന് പ്ലാനൊന്നുമില്ല. തന്റെ പിതാവിനെ മാത്രമല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യന്റെ പക്കൽ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയോ മനുഷ്യനെ പ്രസാദിപ്പിക്കുകയോ, എന്തിന് തന്നിൽ തന്നെ അവൻ പ്രസാദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ അവൻ തന്നിൽ തന്നെ പ്രസാദിപ്പിക്കുകയോ ചെയ്തിട്ടില്ല നമ്മുടെ കർത്താവ്. എന്നാൽ ഇന്നത്തെ ദൈവദാസന്മാരും ദൈവമക്കളും എന്ന് പറയുന്ന നമ്മളൊക്കെയും മറ്റുള്ളവരുമെല്ലാം നിവൃത്തിയുണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ മനുഷ്യരെ പ്രസാദിപ്പിച്ചും പിന്നെ അവനവനെ പ്രസാദിപ്പിച്ചും മുമ്പോട്ട് പോകുന്ന ഒരർത്ഥത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ആ ഗലീലക്കാരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട. നിന്നോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അല്ലല്ല, മാനസാന്തരപ്പെട്ടാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന ലോകത്തിൽ ആര് തന്നെയായാലും നശിച്ചിരിക്കും, നശിച്ചു പോകും. നശിക്കാനായിട്ടുള്ള ഓരോ മുഖാന്തരങ്ങളുണ്ട്. ആ ഗലീലക്കാര് ഇവിടെ വെച്ച് മരിച്ചു മാറ്റപ്പെടാനൊരു മുഖാന്തരം പീലാത്തോസ് ഒരു കടോരകൃത്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെയുള്ള വേദഭാഗം കൂടെ വായിച്ചാട്ടെ. അല്ല,
ഇതിന് മുമ്പൊരു ദുരന്തം ഉണ്ടായ കാര്യമാണ് കർത്താവ് അങ്ങോട്ട് ഓർമ്മിക്കുക. ഇനി അമ്മമാർ അതിനോട് പറയുന്നതിന് മുമ്പ് കർത്താവ് ഓർമ്മിക്കുകയാണ്. ശീലോക അന്ന് ഒരു ഗോപുരം ഉരുണ്ട് വീണു. എന്താ പറയുന്നത്? അപ്രതീക്ഷിത സംഭവങ്ങൾ. ഉരുണ്ട് വീണിട്ട് എത്ര പേര് മരിച്ചുപോയി? 18 പേര് ഒറ്റയടിക്ക് മരിച്ചുപോയി. എന്തെല്ലാം ദുരന്തങ്ങൾ! ആയിരക്കണക്കിന് ആളുകൾ മുതൽ, നൂറുകണക്കിന് ആളുകൾ മുതൽ, 10 കണക്കിന് ആളുകൾ മുതലുള്ള ആളുകളെല്ലാം അപകടത്തിലൂടെ, ദുരന്തങ്ങളിലൂടെ മരിക്കുന്നത് നമ്മുടെ കൺമുമ്പിലും നാം അറിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ചോദിക്കാം, 18 പേര് ഗോപുരം ഉരുണ്ട് വീണ് മരിച്ചുപോയ 18 പേര് യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? നിങ്ങളുടെ അന്തർഗതം അതാ. ഈ യെരൂശലേമിൽ പാർക്കുന്ന എല്ലാ മനുഷ്യരിലും ഭയങ്കര പാപികളും കൊല്ലതാത്തവരുമായിരുന്നു ആ 18 പേര്. അതുകൊണ്ട് ദൈവം അവരെ ഗോപുരം ഉരുട്ടി ചാടിച്ച് കൊന്നു കളഞ്ഞെന്ന മനസ്സിലിരിപ്പ്. കർത്താവ് ചോദിക്കുകയാ, യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരിലും ഇവര് പാപികളായിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിന്റെ മറുപടി എന്താ? അല്ലല്ല. അവിടെയും എന്താ പറയുന്നത്? മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും ഔവണ്ണം തന്നെ നശിച്ചു പോകും. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗത്താൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മരിച്ച് നശിച്ചു പോകാം, അപകടത്താൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മരിച്ച് നശിച്ചു പോകാം, മറ്റുള്ളവർ നമ്മെ കൊന്നുമുടിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകാം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നശിക്കാൻ എന്തെല്ലാം മുഖാന്തരങ്ങൾ ഉണ്ടോ ആ മുഖാന്തരങ്ങളിൽ കൂടിയെല്ലാം നമുക്ക് മരിച്ച് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം മാനസാന്തരപ്പെട്ടു കൊള്ളുക എന്ന് തന്നെയാണ് നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സമയം, ഒരു സെക്കൻഡ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗത്ത് വന്നാൽ നാം എന്ത് ചെയ്തിരിക്കണം? മാനസാന്തരപ്പെട്ടിരിക്കണം. നമ്മളെല്ലാം ദൈവമക്കളായതുകൊണ്ട് നമുക്ക് തോന്നും ഈ മാനസാന്തരം ഇനി ഇപ്പോൾ നമുക്കല്ല, ഇതിനി പുറത്തുള്ളവർക്കാണ്. എന്നാൽ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. 2 മാനസാന്തരമുണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന് പാപികളുടെ മാനസാന്തരം, അവർ മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ. മറ്റൊന്ന് വിശുദ്ധന്മാരുടെ മാനസാന്തരം, മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം. അതുകൊണ്ട് മാനസാന്തരം ഇല്ലാത്ത ഇരിക്കുന്ന ഒരു വ്യക്തിയും ഭൂലോകത്തിൽ ഇല്ല കേട്ടോ. ഒരു ദൈവസഭയും ഇല്ല, ഒരു ദൈവദാസനും ഇല്ല, ഒരു ദൈവ പൈതലും ഇല്ല. അതുകൊണ്ട് മാനസാന്തരത്തെ വചനം തന്നെ 2ആയി തിരിച്ചിരിക്കുന്നു. അനുദപിക്കുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും, മാനസാന്തരപ്പെടുന്ന നീതിമാനെ കുറിച്ച് സ്വർഗം സന്തോഷിക്കും. അത് പാപികൾ മാനസാന്തരപ്പെടുന്ന കാര്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 2-ാം